വയനാട് മേപ്പാടിയിൽ മണ്ണിടിഞ്ഞ് 3 പേർ മരിച്ചു. ആൻമോൾ ദോദ്രോയ് ജാർഖണ്ഡ് സ്വദേശിയാണ്. വികാഷ് കുമാർ സിംഗ് ബീഹാർ സ്വദേശിയാണ്. ചന്ദ്രഭാൽ പാൽ മധ്യപ്രദേശ് സ്വദേശികൾ. ഇങ്ങനെ 3 പേരുടെ മരണം ആണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കനത്ത മഴയിൽ തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷി പാലത്തിന് അടുത്തായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം ഉണ്ടായത്. കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സംസ്ഥാന പോലീസിന്റെ സ്നിഫർ നായകളെ ഉൾപ്പെടെ സ്ഥലത്ത് എത്തിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. പാലത്തിന് ഇരുവശങ്ങളിലായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയുണ്ടായി. സ്കൂളിലേക്ക് പോയ കുട്ടികളെയും സുരക്ഷിത ഇടങ്ങളിൽ എത്തിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ, മണിക്കൂറുകളായി തുടരുന്ന രക്ഷാപ്രവർത്തനമാണ്. രാത്രി ഏത് നിലയിലാണ് രക്ഷാപ്രവർത്തനം? എന്താണ് മറ്റു വിവരങ്ങൾ? ഇന്ന് രാവിലെ 11:00 നാടിന് നടുക്കുന്ന തരത്തിലുള്ള അപകടം ഉണ്ടായത്. ഭീകരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനൊക്കെ സാധിച്ചത്. പ്രത്യേകിച്ച് ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് ഒഴുകി ചെളിയും മണ്ണും കല്ലും മണ്ണും ഒക്കെയായി എത്തുന്ന സാഹചര്യം. ഉരുൾപൊട്ടലിന് സമാനമായ തരത്തിലുള്ള മണ്ണിടിച്ചിൽ ആയിരുന്നു. എന്നാൽ ഇത് മനുഷ്യനിർമ്മിതമായ മണ്ണിടിച്ചിൽ എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായുള്ള മണ്ണ് ഈ പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്നതാണ് ഈ അപകടത്തിന് കാരണമെന്ന് വിമർശനം ഉയരുകയും ചെയ്യുന്നുണ്ട്. അതേസമയം മരണപ്പെട്ടവർ 3 പേർ ആണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയും ആളുകൾ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ടോ എന്ന സംശയം കൂടി ഉയരുന്നുണ്ട്. ഇപ്പോൾ ഈ അപകട സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, എന്താണിപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? ഇപ്പോഴും മഴ തുടരുകയാണോ അനീഷ്? അഭിലാഷ്, കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. അങ്ങേയറ്റം പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കഴിഞ്ഞ കുറച്ചു നേരം മഴയ്ക്കൊരു നേരിയ ശമനം ഉണ്ടായെങ്കിലും പിന്നീട് മഴ കനക്കുന്ന സാഹചര്യം. പക്ഷേ ആ മഴയത്തും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു, രാത്രി ആയാലും ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ചില ആളുകൾ കൂടെയുണ്ട്. ഇതിന്റെ ഈ സമയത്ത് ദൃക്സാക്ഷികളായ അല്ലെങ്കിൽ ഈ സംഭവം നടന്ന സമയത്തുണ്ടായിരുന്ന ആളാണ്. അതായത് ഈ കടയടക്കമുള്ള ഇടത്ത് വെച്ച് പെട്രോൾ ഒരു ടാങ്കർ ലോറി പെട്ടെന്ന് പിന്നോട്ട് വരുന്നതും അത് ആളുകൾ ഈ തലനാഴിക്ക് രക്ഷപ്പെടുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ചില ആളുകൾ, നാട്ടുകാരായ ആളുകളുണ്ട്. അവരൊക്കെ പലരും ക്യാമ്പിലേക്കും ബന്ധുവീടുകളിലേക്കും ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ഒരു ദൃക്സാക്ഷി ഈ അപകടം നടന്ന സമയത്തുണ്ടായിരുന്ന ഒരു ആൾ തന്നെയാണ്. ചേട്ടാ, എന്തായിരുന്നു അപ്പം ശരിക്കും സംഭവിച്ചത്? നിങ്ങൾ നിന്ന സമയത്തല്ലേ ഇത്? നിന്ന സമയത്ത് നടന്നത്. അപ്പൊ നമ്മൾ പേരക്കുട്ടീൻ്റെ വരികയാണ്. പേരക്കുട്ടി റോട്ടുകാരൻ കണ്ട് കൂട്ടുകാരനൊക്കെ കൂട്ടാൻ വേണ്ടി വരിക. അപ്പൊ അവനോട് ഞാൻ തിരിച്ച് അവിടെ നിർത്തി കുറച്ച് 5 മിനിറ്റുകൾ കടന്നിട്ടുള്ളൂ. അപ്പോൾ മണ്ണ് ഒലിച്ച് വരിക. ഒലിച്ച് വന്നാൽ അവിടെ കുറേ ആൾക്കാരുണ്ട്. വണ്ടിയിൽ കൊണ്ടു ഇറക്കിയിട്ടുണ്ട് ആളെ. ഓരോ പണിക്കാർ 10 ആളുണ്ടാവും. അപ്പോൾ അവിടുന്ന് ഒലിച്ച് വരുന്ന ആദ്യം സ്റ്റെപ്പ് വരുന്നു, പിന്നെ സ്റ്റെപ്പ് വരുന്നു. ആ സ്റ്റെപ്പിന് ഇവിടെ ആ ലോറിയൊക്കെ അടിച്ച് പോകുന്നുണ്ട്. അതിലോട്ട് കൊണ്ട് പോകുന്നു. ബസ് പൊയിലൊന്ന് ഓരോ സാധനങ്ങൾ കുറേ പോയി. ഒരാൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. ഒരാളെ എടുത്തിട്ടുണ്ട്. 8 ആളത്തെ ഉള്ളിൽ എടുത്തെന്ന് പറയുന്നത്. 8 ആൾ 7 ആളൊന്നും അല്ല. ഇനിയിപ്പോൾ നോക്കുന്നത് അറിഞ്ഞു. ഒരാളെ പോയിന്റ് കുറച്ച് അപ്പുറത്തുനിന്നാണ്, വെള്ളത്തിൻ്റെ അപ്പുറത്തുനിന്ന് കളിച്ചത്. അവിടെ കൊണ്ടുപോകുള്ളൂ. അതൊക്കെയാണ് അവിടെ നടന്ന സംഭവം. വലിയ ശബ്ദത്തോടുകൂടിയായിരുന്നു. മുകളിൽ നിന്നേ പൊട്ടി വന്നാണ്. വീടിന്റെ സൈഡൊക്കെ പൊട്ടിയിന്. വീടിന്റെ സൈഡെല്ലാം പൊട്ടിയിട്ടുണ്ട്. ആ ശബ്ദത്തിൽ നല്ല ശബ്ദം ഉണ്ടായി. വീടിന് നല്ല ശബ്ദത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ കുട്ടികളൊക്കെ ഒന്ന് ഓടി അങ്ങോട്ട് പോയി. പെണ്ണുങ്ങളൊക്കെ ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയി. ആ പെണ്ണുങ്ങളെ അങ്ങോട്ട് പറഞ്ഞേച്ച് അവിടുന്ന്. നിങ്ങൾ ഈ മണ്ണ് കൂടിക്കടന്നത് നേരത്തെ പരാതിക്ക് വല്ലതും പറഞ്ഞിരുന്നോ? ഈ കടക്കുമ്പോൾ പരാതി കൊടുക്കുക. ആർക്കാ പരാതി കൊടുക്കുക? ആരവിടെ വരുന്നു? അവർ കുട്ടികൾ വന്നോക്കണ്ടേ? ഇതിപ്പോ ഇവിടെ ഇത് പൊട്ടി വന്ന് എല്ലാവരും ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ട് നേതാക്കന്മാരെല്ലാവരും കൊടുത്തു. ഇതൊക്കെ ഇതിന്റെ മുന്നിൽ വന്ന് ശരിയാക്കി എത്ര മരണം ഉണ്ടാവും? ഇതിപ്പോ ഇവർ പറയുന്ന ഒരു ബസ് 3-4 ബസ് അങ്ങോട്ട് വരുന്നു. സ്കൂൾ ബസ്
രണ്ടെണ്ണം പ്രൈവറ്റ് ബസ്സൊക്കെ വരുന്ന ആ സമയത്തൊക്കെയാണ് ഉണ്ടല്ലോ വിതരണത്തിന് ഇവിടുന്ന് ഇതാക്കേണ്ടിയിരുന്നത്. 11:05 ഇത് നടക്കുന്നത്, 11:05. ഈ സമയത്തൊക്കെ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് സ്ഥിതി ഒന്ന് ആലോചിച്ചോക്കണേ. അപ്പൊ ഇതിങ്ങനെ ഉണ്ടാകുമ്പോൾ ഉദ്ദേശമായി ഇതിന് മെനക്കെട്ടി വരണ്ടേ, ഇത് അന്വേഷിക്കണ്ടേ. നിങ്ങളുടെ വീട് ശരിക്കും ആദ്യം ഇരിക്കുന്ന വീടാണ്. അതെ കുറച്ചുകൂടി ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് നിങ്ങളുടെ വീടൊക്കെ ഒരു പക്ഷെ പോയേനെ അല്ലേ? പിന്നെ അതുവരെ വന്ന് എന്റെ ഗേറ്റ് വരെ വന്ന് മണ്ണ് വന്ന് അവിടെ മണ്ണ് അടഞ്ഞു നടക്കുക ഈ ഹോട്ടലിന്റെ അപ്പുറത്ത്. അതൊക്കെ പിന്നെ വണ്ടിക്കാരും ഒക്കെ വന്ന് മാറ്റി. ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ആ സമയത്ത്? വീട്ടിലെല്ലാരും ഉണ്ട്, കുട്ടികളെല്ലാരും ഉണ്ട്. പിന്നെ മൂത്തവനാണ്ട് റോട്ടിലൊക്കെ ഇറങ്ങി വന്ന് അപ്പൊ പിന്നെ അവനെ ഓടിച്ച് ഞാനുണ്ട്, അങ്ങനെ ഓടി മേലേക്ക് കയറി വന്നു. ഇനിയിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഇന്ന് കൽപ്പറ്റ പെങ്ങളെ വിട്ടു പോവാ, അവിടെ നിന്ന് നിൽക്കണം. ഇപ്പൊ ഇവിടെ ആരും ഇല്ല, പിന്നെ ആരും ഞാൻ പോയില്ല, ഞാൻ പിന്നെ ആരും ഇന്നെ നിർത്തില്ല, അവിടെ നിർത്തില്ല. കൂടെ പോകാനുണ്ട് ഇതാ വിളിച്ചുകൊണ്ട് നിൽക്കുക. പോയിട്ട് വാ. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വീട് ഇതിന്റെ ആദ്യം ഇരിക്കുന്ന ഒരു വീടാണ്. ആ വീടിന്റെ ഭാഗത്തേക്കാണ് വന്നത്. പൊട്ടി ഒലിച്ച് വന്നതൊക്കെ കാഴ്ച അദ്ദേഹം കണ്ട ആളാണ്. പ്രത്യേകിച്ചും ആ ടാങ്കർ ലോറി വരുന്നതും തലതാഴേക്ക് ആളുകൾ രക്ഷപ്പെടുന്ന അടക്കമുള്ള കാഴ്ചകൾ കണ്ട ഒരു ആൾ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. കാരണം ഇതിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഈ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനുള്ള മുൻകരുതലുകൾ എടുക്കണമെങ്കിൽ അത് കൃത്യമായി എടുക്കേണ്ടതല്ലേ, അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മറിച്ച് ഒരു അപകടം നടന്നു കഴിയുമ്പോൾ മാത്രം അതിന്റെ അന്വേഷണങ്ങൾ നടത്തുന്നത് പോരാ, കൃത്യമായി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട്. കാരണം 3 തവണയൊക്കെ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി അല്ലെങ്കിൽ ജില്ലാ കളക്ടർ നോട്ടീസ് നൽകി എന്നൊക്കെ പറയുമ്പോഴും ആ നോട്ടീസിന്റെ മേൽ എന്ത് നടപടിയെടുത്തു എന്ന് അറിയാനുള്ള ബാധ്യത, അല്ലെങ്കിൽ അത് ഒരു നോട്ടീസ് നൽകിയ ശേഷം അതുമേൽ എന്തെങ്കിലും നടപടി ഉത്തരവാദപ്പെട്ടവർ എടുത്തോ എന്ന് അറിയുന്നതിനുള്ള ബാധ്യത ഈ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. അതിൽ കൃത്യമായൊരു വീഴ്ച വന്നിരിക്കുന്നുവെന്ന് തന്നെ നമുക്ക് വേണം പറയാൻ. കരാറുകാരുടെ ഭാഗത്തു നിന്നും അവർ കൃത്യമായ മുന്നൊരുക്കങ്ങളൊക്കെ സ്വീകരിച്ചാണ് ഈ നടപടിക്രമങ്ങൾ ചെയ്തത്. അസാധാരണമായ രീതിയിൽ മഴ ഉണ്ടായപ്പോൾ ഒരു പ്രകൃതി ദുരന്തം എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടായതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പരസ്പരം ഈ വകുപ്പുകൾ തമ്മിൽ പഴിചാരി അല്ലെങ്കിൽ ഈ നിർമ്മാതാക്കൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ കരാറുകാർക്ക് മാത്രമാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് പഴി പറയുന്നതിനപ്പുറം ഇനി ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ളൊരു മാർഗങ്ങളാണ് തേടേണ്ടത്. കാരണം കഴിഞ്ഞ തവണ ഒരു വലിയ ദുരന്തമുണ്ടായ മണ്ണാണ്. ഒരുപാട് ആളുകൾക്ക് ജീവനും സ്വത്തും അവരുടെ സമ്പാദ്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട ഒരു മണ്ണാണ്. അവരിപ്പോഴും പുതിയ ഇടങ്ങളിൽ അവരുടെ ജീവിതം കരുപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിലേക്കാണ് വീണ്ടും ഇത്തരം ഒരു അപകടം നടക്കുന്നത്. എന്തായാലും ഭാഗ്യവശാൽ ഈ താഴേക്കുള്ള ജനവാസ മേഖലകളിലേക്ക് ഇത് പോയില്ല. പുഴയിൽ നിന്നും ഒരുപാട് താഴേക്ക് പോകാതിരുന്നതുകൊണ്ട് ആൾനാശം അല്ലെങ്കിൽ ഈ കാണാതായവരുടെ എണ്ണത്തിൽ ഒരു ചെറിയ ഒരു ആശ്വാസം, ചെറുതെന്ന് പറയാൻ പോലും പറ്റുമോ എന്നറിയില്ല, അത്തരമൊരു ആശ്വാസം ഉണ്ടാകുന്നു. ഒപ്പം ഈ കണ്ടെയ്നർ വീടുകളിലൊക്കെ താമസിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അപ്പുറത്തെ ലേബർ ക്യാമ്പിലേക്ക് മാറിയതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളും താൽക്കാലികമായി ഒരു ആശ്വാസമുണ്ടായി. 2 ദിവസമായിട്ട് ജോലി നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു കനത്ത മഴയെ തുടർന്നുള്ള മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ അപ്പോഴും ഈ സ്ഥലത്ത് എത്തിയ സ്ഥിതിഗതികൾ വിലയിരുത്താനായി അല്ലെങ്കിൽ എന്താണ് മഴയെ തുടർന്നുണ്ടായ സാഹചര്യം എന്ന് വിലയിരുത്താനായി എത്തിയ കമ്പനി ഉദ്യോഗസ്ഥരാണ് ഈ മണ്ണിനടിയിൽ പെട്ടതും മരിക്കുകയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയും ഒക്കെ ചെയ്യുന്നത്. അവർ കൃത്യമായി ഈ മസ്റ്ററിംഗ് രേഖപ്പെടുത്തി, അതായത് ഹാജർ രേഖപ്പെടുത്തിയൊന്നുമല്ല വന്നത്. അതുകൊണ്ടാണ് ഈ രേഖകളൊക്കെ പരിശോധിച്ചപ്പോഴും എത്ര പേരുണ്ട് എന്ന കാര്യത്തിലൊരു ഒരു തീർച്ചയിലേക്ക് എത്താൻ കഴിയാതെ വന്നത്. ഒപ്പം ഈ ഭാഗത്തൂടെ വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആളുകൾ, നാട്ടുകാരൊക്കെ ഒരുപാട് പോകുന്ന ഒരു മേഖലയാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഈ ഉള്ളിൽ പെട്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു കൃത്യമായ ഒരു വ്യക്തമായ ചിത്രം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ വഴിയിൽ കൂടിയിരിക്കുന്ന മണ്ണ് പൂർണ്ണമായും ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന കാഴ്ച. ഒപ്പം ഈ മീനാക്ഷി പാലം ഏതാണ്ടൊന്ന് ഭാഗികമായി തുറന്നു എന്ന് പറയേണ്ടി വരും. പാലത്തിന് ബലക്ഷയം ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പിന്നീട് പരിശോധന നടത്തേണ്ടി വരും. പാലത്തിന്റെ അടിയിലും വശങ്ങളിലുമൊക്കെ മണ്ണ് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. വലിയ കോൺക്രീറ്റ് പാളികൾ, അതായത് ഈ ഭൂഗർഭ ടണലിന്റെ വശങ്ങളിൽ ഒരു സംരക്ഷണ കവചം എന്ന രീതിയിൽ ചില കോൺക്രീറ്റ് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം കോൺക്രീറ്റ് നിർമ്മാണങ്ങൾ പോലും താഴേക്ക് ഇടിഞ്ഞു വരുന്ന ഒരു സാഹചര്യം. ആ കോൺക്രീറ്റ് പാളികളായിരുന്നു ഈ പാലത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നത്. അവയൊക്കെ ഒരു വശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മറുവശത്ത് ഈ വഴി ഏതാണ്ട്
പൂർണ്ണമായി ഒന്ന് തുറക്കാനുള്ള ഒരു നീക്കങ്ങളാണ് നടത്തുന്നത്. ഒപ്പം ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആരെങ്കിലും ഇനിയും കണ്ടെത്താൻ കഴിയുമോ എന്ന പരിശോധനയും നടക്കും. പ്രതികൂലമായ സാഹചര്യത്തിലും മഴയടക്കമുള്ളവ ഉണ്ടെങ്കിൽ പോലും തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ബസ് ഇതിനുള്ളിൽ കുടുങ്ങിയിരുന്നു, മറ്റു ചില വാഹനങ്ങൾ കുടുങ്ങിയിരുന്നു, ഒരു ടാങ്കർ ലോറി പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എന്തായാലും വലിയ ഒരു ആപത്താണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യാപ്തി ഉണ്ടാകുമായിരുന്ന ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായത്. ചേട്ടാ, ഇവിടെ ഉള്ള ആൾ തന്നെയാണോ? അല്ല, ഞാൻ മലപ്പുറം. നമ്മളിപ്പോ ഇത് കേട്ടറിഞ്ഞിട്ട് വന്ന ഇത് കാണാൻ വേണ്ടി വന്നതല്ല? അല്ല, കാണാനല്ല, നമ്മള് ഇങ്ങനെ ഒരു ഇത് ഉണ്ട് എന്ന് പറഞ്ഞു വന്നതാണ്. ഞാൻ സുഹൃത്തു കൂടെ വന്നു. ഓക്കെ, അദ്ദേഹം ഇവിടെയുള്ള പ്രദേശവാസിയല്ല, മലപ്പുറത്തുനിന്നും എത്തിയ ആളാണ്. എന്തായാലും ഇങ്ങനെ ഒരുപാട് പേര് പലയിടങ്ങളിൽ നിന്നാണ് ഇവിടെ എത്തുന്നുണ്ട്, രക്ഷാപ്രവർത്തനത്തിലും മറ്റും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. പോലീസിനും ഫയർഫോഴ്സിനും ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കുമൊക്കെ ഒപ്പം നമ്മൾ നേരത്തെ ഈ വയനാട് ചൂരൽമല ദുരന്ത സമയത്തൊക്കെ കണ്ട രീതിയിൽ തന്നെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും തെരച്ചിൽ വളരെ തീർച്ചയായും അനീഷ്, അവിടെ മന്ത്രി ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് ഇപ്പോൾ ഈ ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ടി സിദ്ദിഖിന്റെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. അത് പരിശോധന നടത്തുമ്പോഴുള്ള ഒരു സമീപനമാണ്. നമ്മൾ കഴിഞ്ഞ ചൂരൽമല മുണ്ടകൈ സമയത്തും വ്യത്യസ്തമായിട്ടുള്ള സോണുകളാക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ഓപ്പറേറ്റീവ് പാർട്ട് ചെയ്തത്. അതേ സമാനമായിട്ടുള്ള രീതിയിൽ ഇതിനും സോണുകളാക്കി തിരിച്ച് ശ്രമിക്കും. കൂടുതൽ പേരുള്ളതായിട്ടുള്ള ഒരു വിവരവും നമുക്കില്ല. നിലവിലുള്ള കണക്ക് കൃത്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ബോധ്യം. അതെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഞങ്ങളെല്ലാം ഇന്ന് ഡിസ്കസ് ചെയ്തു. അവിടെ വഴിയാത്രക്കാർ, പോയിരുന്ന ആളുകൾ, മറ്റുള്ള അവിടെ നിർത്തിയിട്ടുള്ള വാഹനങ്ങളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എല്ലാം ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കഷന്റെ ഒക്കെ ഒരു അനുമാനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മരിച്ചവരുടെ 3 പേരുടെ ചന്ദ്രഭാൻ മധ്യപ്രദേശാണ്, വികാഷ് കുമാർ അദ്ദേഹം ബീഹാറാണ്, അൻമോൾ അദ്ദേഹം ജാർഖണ്ഡാണ്. അൻമോൾ ANMOL. ഏതാ ചികിത്സയിൽ കഴിയുന്നത് മലയാളിയുണ്ട്, ഒരു എഞ്ചിനീയർ ഉണ്ട്, നമ്മൾ എറണാകുളത്ത് നിന്നുള്ള ഒരു എഞ്ചിനീയർ ഉണ്ട്. ചന്ദ്രബാബു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. നാളെ എൻബാം ചെയ്യുന്ന പ്രോസസ് നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ട് നടത്തും. ഇന്ന് ബോഡി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതെ 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 അവനും ഇതിന്റെ ജോലിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങൾ സംസാരിച്ചു. വിവരങ്ങളൊക്കെ ആരാഞ്ഞു, എവിടുന്ന് എന്താ സംഭവിച്ചെന്നുള്ളത് അദ്ദേഹത്തിന്റെ വെർഷൻ പറഞ്ഞു. അതിലേക്കൊന്നും ഞങ്ങൾ ഇന്ന് പോയിട്ടില്ല. ഇന്ന് പരിശോധനയും, നേരത്തെ റവന്യൂ മന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന് പരിശോധനയും ചികിത്സയും ബോഡി എത്തിക്കാനുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളും അതിലേക്കുള്ള അനുബന്ധ കാര്യങ്ങളുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച നടന്നിട്ടുള്ളത്. ബാക്കി നാളെ മുഖ്യമന്ത്രി വരുന്നുണ്ട്. മുഖ്യമന്ത്രി വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത്. മഴ കൂടുകയാണെങ്കിൽ നമ്മുടെ നിലവിൽ നടക്കുന്ന റോഡിന്റെ ക്രമീകരണവും അതുപോലെ 4 സോണുകളാക്കി തിരിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന പരിശോധനകളും ബുദ്ധിമുട്ട് വരും. അപ്പൊ അതോടെ നോക്കിയിട്ടേ ചെയ്യൂ. യെസ്, ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വാർത്താ സമ്മേളനം നടക്കുകയാണ്. അതിൽ മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 പേർ ആണ് മരണപ്പെട്ടത്. ആൻമോൾ ദോദ്രോയ് എന്ന് പറയുന്ന ജാർഖണ്ഡ് സ്വദേശി, വികാഷ് കുമാർ സിംഗ് ബീഹാർ, ചന്ദ്രഭാൽ പാൽ മധ്യപ്രദേശ് സ്വദേശി എന്നിവരാണ് മരണപ്പെട്ടത്. പരിക്കേറ്റവരിൽ ഒരു മലയാളിയുണ്ട്, ഒരു എഞ്ചിനീയർ മലയാളിയാണ് എന്നുകൂടിയാണ് പറയുന്നത്. ഇവരുടെ
3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്ന് നേരത്തെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കെ മുരളീധരനും ഇക്കാര്യം അറിയിച്ചിരുന്നു. 3 പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത് എന്നും 3 പേരും ഇതര സംസ്ഥാനത്ത് നിന്ന് ഉള്ളവർ ആണ് എന്നും ആയിരുന്നു വ്യക്തമാക്കിയിരുന്നത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. ഇനി ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. ആരോഗ്യവകുപ്പിൻ്റെയും 108ൻ്റെയും ആംബുലൻസുകളും രക്ഷാപ്രവർത്തനത്തിന് വിന്യസിച്ചിട്ടുണ്ട്. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിലുള്ള 7 പേരിൽ ഒരാൾ മലയാളിയാണ് എന്ന കാര്യം അല്പസമയം മുമ്പ് മന്ത്രി ടി സിദ്ദിഖും വ്യക്തമാക്കുകയുണ്ടായി. അനീഷ്, 3 മരണം തന്നെയാണ് ഇപ്പോഴും സർക്കാരിൻ്റെ ഔദ്യോഗികമായ രേഖകളിൽ ഉള്ളത്. പരിക്കേറ്റവർ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയുന്നു. ഒരാൾ മലയാളി പരിക്കേറ്റ് ചികിത്സയിലാണ്. അപ്പോഴും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നതനുസരിച്ച് ഈ ഇതര സംസ്ഥാനക്കാർക്കപ്പുറത്ത് അനീഷ് നേരത്തെ അത് സൂചിപ്പിച്ചു, ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ അവിചാരിതമായി ആരെങ്കിലും വന്നിട്ടുണ്ടോ, മിസ്സിംഗ് കേസുകളുണ്ടോ, ഇതൊന്നും നമുക്ക് അറിയില്ല. എങ്കിലും പ്രതീക്ഷിക്കുന്നത് ഈ 5 പേർ അങ്ങനെ അത് മാത്രമാകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം 3 പേരുടെ മരണമാണ് ഇപ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവരുടെ അനന്തര നടപടിക്രമങ്ങളൊക്കെ ചെയ്തു എന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. മറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ അവസ്ഥ തൃപ്തികരമാണ് എന്നും ജില്ലാ ഭരണകൂടം പറയുന്നു. നേരത്തെ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നിർമ്മാണത്തിലെ ചില പ്രശ്നങ്ങളാണ്, മണ്ണ് അനിയന്ത്രിതമായി കൂട്ടിയിട്ടതാണ് ഈ അപകടത്തിന് കാരണമായത് എന്നൊക്കെയുള്ള ഒരു പഴിചാരലുകൾ വന്നിരുന്നു. ഇത് കളക്ടർ ഇക്കാര്യം ഈ കമ്പനിയെ അറിയിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. അതിൽ ബിൽഡ്കോൺ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവർ ഒരു വിശദീകരണ കുറിപ്പ് നേരത്തെ ഇറക്കുകയും ചെയ്തിരുന്നു. അസാധാരണമായ രീതിയിലുള്ള മഴയാണ് പെയ്തിരിക്കുന്നത്. ഈ മൺസൂൺ സീസണിലെ ഏറ്റവും വലിയ മഴയ്ക്കാണ് ഈ വയനാട് ജില്ല സാക്ഷ്യം വഹിച്ചത്. 265 മില്ലിമീറ്റർ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് സാധാരണ മഴ ദിനങ്ങളിൽ ലഭിക്കുന്നതിൻ്റെ 9-10 മടങ്ങാണ് ഈ മഴ പെയ്തും. അതുകൊണ്ട് അത്തരമൊരു കാര്യമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്. അല്ലാതെ മറ്റ് ഒരു തരത്തിലുമുള്ള നിർമ്മാണത്തിലെ പിഴവുകൾ ഉണ്ടായിട്ടില്ല. ബാധകമായ എല്ലാ എഞ്ചിനീയറിംഗ് സുരക്ഷ പരിസ്ഥിതി അനുമതികളും മാനദണ്ഡങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒപ്പം അതീവ പരിസ്ഥിതി ദുർബലമായ ഒരു മേഖലയായതിനാൽ സുപ്രീം കോടതി നിയോഗിച്ച സുപ്രീം കോടതി സെൻട്രൽ കേന്ദ്ര എംപവേർഡ് കമ്മിറ്റിയുടെ മേൽനോട്ടം ഉൾപ്പെടെ ഒന്നിലധികം നിയന്ത്രണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഈ പ്രോജക്റ്റ് വിധേയമാണ് എന്നവർ പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ വസ്തുക്കളും ഇവിടെ ഖനനം ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ അംഗീകൃത മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം കടുത്ത നിയമപാലന നടപടിക്രമങ്ങൾ ഉള്ളതിനാൽ ഈ പ്രോജക്റ്റിൽ സാങ്കേതിക പിഴവുകൾക്കുള്ള സാധ്യതകൾ കുറവാണ് എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. അതായത് പൂർണ്ണമായും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ ഇതുവരെ ചെയ്തത്. ഒപ്പം ഈ പരിക്ക് പറ്റിയവരും മരിച്ചവരുമായ ഈ ജീവനക്കാർക്കൊപ്പം തങ്ങൾ പൂർണ്ണമായും നിലയുറപ്പിക്കും. അവർക്ക് നഷ്ടപരിഹാരം അർഹമായ രീതിയിൽ നൽകും. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ അല്ലെങ്കിൽ കേന്ദ്ര സേനകളുടെയും ഒക്കെ ഉള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമുള്ള പിന്തുണ നൽകുമെന്നും ബിൽകോൺ അറിയിച്ചു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കാണിച്ചിരുന്നത് ആ കമ്പനിയുടെ ആളുകളാണ്, അവരുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ അവർക്ക് ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്താൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ അവരോട് സംസാരിച്ചപ്പോഴും ഈ പുറത്തു വരുന്ന അല്ലെങ്കിൽ മണ്ണ് കൂട്ടിയിട്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായത് എന്നൊക്കെയുള്ള വാദങ്ങൾ തള്ളുന്നുണ്ട്. മറിച്ച് അസാധാരണമായ മഴ പെയ്തപ്പോൾ, അസാധാരണമായ ഒരു സാഹചര്യം നിലനിന്നപ്പോൾ, അതായത് ഒരു ദിവസം പെയ്യേണ്ടതിന്റെ 10 ഇരട്ടിയിലേറെ മഴ പെയ്തപ്പോൾ ഉണ്ടായ ഒരു അപകടം എന്ന രീതിയിലാണ് അവരും ഇതിനെ കണക്കാക്കുന്നത്. അത് തന്നെയാണ് കമ്പനി നൽകുന്ന വിശദീകരണവും. ശരി, തീർച്ചയായും ഇതിനു പിന്നിൽ, അതായത് അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്ത് എന്നതൊക്കെ മന്ത്രി തന്നെ പറയുന്നത് അതിലേക്കൊന്നും കടന്നിട്ടില്ല. ഒരു പക്ഷേ ഈ സൂചിപ്പിക്കുന്ന പോലെ പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള മഴ, അതല്ല ഇനിയിപ്പോൾ ആ ഭൂപ്രദേശത്ത് മറ്റേതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായോ, അതിൻ്റെ തുടർ ഫലനമായിരുന്നോ ഇതിലൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ് കൂടുതൽ മുൻകൈ നൽകിക്കൊണ്ടിരിക്കുന്നത്.